ചെന്താമരയെ പിടികൂടിയെങ്കിലും പോത്തുണ്ടിയിലെ ഭീതി ഒഴിയുന്നില്ല. പ്രതിയെ തൂക്കിക്കൊല്ലണമെന്നും ഇല്ലെങ്കിൽ തങ്ങളെയും കൊലപ്പെടുത്തുമെന്നും സുധാകരന്റെ മക്കൾ പറയുന്നു. ആശ്വാസം തോന്നുന്നില്ല എന്നാണ് ചെന്താമര ഭീഷണിപ്പെടുത്തിയ അയൽവാസി പുഷ്പയുടെ പ്രതികരണം. ഒന്ന് കൊന്നു തന്നാൽ മതി. ഞങ്ങളുടെ അച്ഛനും അച്ഛമ്മയും അമ്മ എല്ലാം പോയിട്ട് അയാൾ ഇനിയും പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പോകണം. ഇനി ഞങ്ങൾക്ക് പ്രൊട്ടക്റ്റ് വേണ്ട, കൊന്നു തന്നാൽ മാത്രം മതി. വയ്യ ഞങ്ങൾക്ക് എല്ലാം കയറിയിട്ട് എന്താ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല സാറേ. അങ്ങനെയാണെങ്കിൽ അച്ഛമ്മനെ എന്തിനാ കൊന്ന? അത് വയസ്സായതല്ല, അതിനൊന്നും ജസ്റ്റ് ഉന്തിയിട്ടൊരു പൊക്കൂടെ അയാൾക്ക്? അയാൾ ഇങ്ങനെ വെട്ടിക്കൊണ്ട് തന്നെ ഇതാക്കുന്നത്, ജസ്റ്റ് ജീവനോടെങ്കിലും എൻ്റെ അച്ഛനെ വെച്ചുകൂടെ? ഭീതി ഒഴിയുന്നില്ല സുധാകരന്റെ ഈ 2 പെൺകുട്ടികൾക്ക്. കുടുംബത്തിലെ 3 പേരെ ഇല്ലാതാക്കിയ ചെന്താമരയെ തൂക്കിലേറ്റണമെന്ന് ഇവർ പറയുന്നു. തന്റെ കുടുംബം ശിഥിലീകരിച്ചതിന് പിന്നിൽ സുധാകരന്റെ കുടുംബമാണെന്ന വൈരാഗ്യമാണ് 3 ജീവനുകൾ അപഹരിക്കുന്നതിലേക്ക് ചെന്താമരയെ നയിച്ചത്. മുൻപ് അധ്യാപികയായി ജോലി ചെയ്തിരുന്ന ചെന്താമരയുടെ ഭാര്യയെ പോത്തുണ്ടിയിലെ സ്കൂൾ മുതൽ വീട് വരെ ചെന്താമര മർദ്ദിച്ചിട്ടുണ്ട്. ഒടുവിൽ കഴുത്തിൽ കത്തിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതോടെ ചെന്താമരയോട് പിണങ്ങി ഭാര്യയും മകളും പോയി. ഇതിന് കാരണം സുധാകരന്റെ ഭാര്യ സജിതയെന്ന് ചെന്താമര കരുതി. അങ്ങനെ 2019 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തി. ജയിലിൽ കിടക്കുമ്പോഴുണ്ടായിരുന്ന അടങ്ങാത്ത പക സുധാകരന്റെയും അമ്മയുടെയും ജീവനെടുത്തു. ചെന്താമര പിടിയിലായെങ്കിലും ഒട്ടും ആശ്വാസം തോന്നുന്നില്ലെന്ന് ചെന്താമര ഭീഷണിപ്പെടുത്തിയ അയൽവാസി പുഷ്പ 24നോട്. പേടിയുണ്ട് എനിക്ക്. നീ അയാളെ വരും, നീ ഇവര് ജാമ്യത്തിലെടുക്കും, നീയും വരും, നീ വന്നാൽ പറയും നിങ്ങൾ കോർട്ടിക്ക് പോയിക്കോളി, സുരക്ഷിത തരാൻ പറ്റില്ല, അയാൾക്ക് ഞങ്ങൾ കാലാകാല ജീവിതപര്യന്തം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഇവർ പറഞ്ഞാൽ തന്നെയാണ് ആ ചേച്ചി മരിച്ചപ്പോഴും. ഇപ്പം 5 വർഷത്തിൽ 6 വർഷത്തിൽ ഇനിയും 2-3 വർഷം കഴിയുമ്പോൾ അവനെങ്കിലും പണം കൊണ്ട് കൂട്ടുമ്പോൾ ഇവർ ഇറക്കും. അവർ ഗുണ്ട സംഘങ്ങൾക്ക് ഇറക്കുകയാണെന്ന് പറയുന്നു, ചിലവർ പറയുന്നു പാർട്ടി ഇടപെട്ടിട്ടാണെന്നൊക്കെ. എങ്ങനെ അയാൾ ഇറങ്ങി? ഇപ്പം 2 എണ്ണത്തിന് കൊന്നോ അതുപോലെ ഇയാൾ ഇറങ്ങും. ചെന്താമരയുടെ ഹിറ്റ് ലിസ്റ്റിൽ 3 പേർ കൂടിയുണ്ടായിരുന്നു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. സജിത കൊലപാതകം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനോടൊപ്പം തന്റെ ഭാര്യയെയും മകളെയും കൊലപ്പെടുത്താൻ ചെന്താമര ലക്ഷ്യമിട്ടിരുന്നു. 24 പാലക്കാട്.